ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഷോപ്പ് അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ പോലും അറിയാതെ നേരത്തെ കടയും പൂട്ടി അച്ചായൻ പോയി ഇവിടുന്ന്. അച്ചായൻ ഇവിടുന്ന് സ്ഥലം വിട്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അച്ചായൻ്റെ കീഴിൽ ജോലി ഇത്രയും നാൾ 7 വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു വാക്ക് പോലും പറയാതെ ഷോപ്പ് പൂട്ടി പോയി. ഞങ്ങൾക്ക് സാലറി കിട്ടിയിട്ടില്ല, ശമ്പളം കിട്ടിയിട്ടില്ല. ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല ഞങ്ങൾ 1095 സ്റ്റാഫ് ഉണ്ട് ഇവിടെ. ഞങ്ങളെല്ലാം ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? ഈ ഓണമായിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? അക്കൗണ്ടിലല്ല വരുന്നത്, നമ്മുടെ കയ്യിൽ നമ്മൾ മേടിക്കുന്ന സാലറി. ഓണമായിട്ട് ഞങ്ങൾക്ക് ഇനി എങ്ങും ചെന്ന് കയറാൻ പറ്റത്തില്ലേ? ഈ ഓണകാലമായിട്ട് അച്ചായൻ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. അച്ചായൻ ഇത് ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെ. ഞങ്ങളെ ഈ ഇത്രയും സ്റ്റാഫിനെ അച്ചായൻ ഓർത്തില്ല. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾക്ക് അവധിയായിരുന്നു, അതിൻ്റെ തലേ ഞായറാഴ്ച അവധിയായിരുന്നു. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയണൊക്കെ ഇന്ന് വരെ ഇങ്ങനെ സൺഡേ ഞങ്ങൾക്ക് അവധി തന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങളെല്ലാം അവർ മാറ്റിയെന്നാണ് ഞങ്ങൾ രാവിലെ വന്നപ്പോൾ അറിയുന്നത്. കട അടഞ്ഞു കിടക്കുന്നു, വേറെ താഴെയിട്ട് പൂട്ടിയിരിക്കുന്നു. ഞങ്ങൾ സ്റ്റാഫുകളെല്ലാം വന്ന് ഇവിടെ നോക്കിയിരിക്കുകയാണ്. എല്ലാവരും ഈ വെയിലത്ത് വിശന്ന് ഇങ്ങനെ എല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ സാലറി കിട്ടിയിട്ടില്ല. 25 വർഷമായിട്ട് കരിക്കിനേറ്റ് സിസ് എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ്. അതിൻ്റെ സഹോദര സ്ഥാപനമായ കരിക്കിനേറ്റ് സിസ് ഗലേറിയ 10 വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നിലവിൽ ഈ ഒരു സ്ഥാപനം മാത്രമേ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ തൊഴിലാളികൾ ഇവിടെ വരുമ്പോൾ ഈ കട പൂട്ടിക്കിടക്കുന്നതാണ്. ഇനി ഒരിക്കലും ഇത് തുറക്കത്തേ ഇല്ല. കാരണം ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെ റീഫണ്ട് ചെയ്തുകൊണ്ട് പോയി. ഞങ്ങൾ ആരും തന്നെ അറിഞ്ഞില്ല. ഈ അടുത്ത ദിവസമായിട്ട് സൺഡേയിൽ തുറന്നുകൊണ്ടിരുന്ന കടയാണ്. രണ്ട് സൺഡേയിൽ തുറക്കാതെ ഇരിക്കുകയും ചെയ്തു. ആ 2 സൺഡേയിലായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ട് പോയത്. സാധനങ്ങൾ റീഫണ്ട് ചെയ്തുകൊണ്ട് ഇന്നലെ ഒരുപാട് വാഹനങ്ങൾ വന്ന് ഇവിടുന്ന് സാധനങ്ങൾ പുറത്തു പോയതായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ട്. ബിൽഡിംഗ് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് ഓണർ പുതിയ പൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇനി ഇത്രയും തൊഴിലാളികൾ എങ്ങോട്ട് പോകും? ഇതിന്റെ മാനേജർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാത്രമേ, ഒരു PRA ആണ് ഞങ്ങൾക്കുള്ളത്. അദ്ദേഹം മാത്രമേ ഞങ്ങളുടെ കൂടെ ഇപ്പൊ നിലവിൽ ഞങ്ങളോടൊപ്പം ഉള്ളൂ. അദ്ദേഹം മാത്രം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. സാർ ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹം മാത്രമേ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയുള്ള അക്കൗണ്ട്സിലിരിക്കുന്ന ഒരൊറ്റ സ്റ്റാഫ് പോലും ഞങ്ങളുടെ കൂടെ ഇല്ല. അദ്ദേഹം കംപ്ലീറ്റ് പ്രോപ്പർട്ടികൾ വിറ്റ് ക്യാഷായിട്ട് അദ്ദേഹം ഇവിടുന്ന് പോയതായിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളോട് ഇന്നലെ വരെയെങ്കിലും ഒന്ന് പറയാമായിരുന്നു, ഈ സ്ഥാപനം നിർത്താൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ജോലി നോക്കണമെന്ന് ഞങ്ങളോട് പറയണമായിരുന്നു. അതൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത്രയും തൊഴിലാളികൾ വെള്ളത്തിലായി. പിന്നെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. കാരണം ഒരുപാട് പേർക്ക് പലയിടത്തും ജോലിക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. പലരും മക്കളെ പഠിപ്പിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് നിൽക്കുന്നവരുണ്ട്. അതൊക്കെ തിരിച്ചടയ്ക്കൽ പാടാണ്. അവരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഇത്രയും പേര് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഞങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന പിള്ളേരെന്ത് ചെയ്യും? അവരുടെ പരിപാടിയിലാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജീവിച്ചേ പറ്റത്തുള്ളൂ, മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. എവിടെയെങ്കിലും ഞങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അടച്ചുപൂട്ടിയിട്ടൊക്കെ സെക്യൂരിറ്റി ഇല്ല, അക്കൗണ്ട് സെക്ഷനിൽ ഇരിക്കുന്ന ആരും ഇല്ല. ഞങ്ങളുടെ ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം വരെ കൃത്യമായിട്ട് ശമ്പളം കിട്ടി. ഈ മാസത്തെ സാലറി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ശമ്പളം നമ്മുടെ കൈ തരും, അക്കൗണ്ടിലല്ല കൈ തരും എല്ലാ ആൾക്കാർക്കും. അല്ല, കുറച്ച് പേർക്ക് അക്കൗണ്ടിൽ വരുന്നുണ്ട്, കുറച്ച് പേർക്ക് കൈ തരുവാണ്. അക്കൗണ്ടിൽ വരുന്നവരുടെ ശമ്പളം ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നവരുടെ ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ 30-ാം തീയതി വരെയുള്ള ജോലി ചെയ്ത പൈസ ഞങ്ങൾക്ക് വന്നിട്ടില്ല. എനിക്ക് 48 വയസ്സുണ്ട്. ലോണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വീട് വെച്ചിട്ട് ഇപ്പം അതിൻ്റെ കടത്തിൻ്റെ പുറത്ത് കടത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല.